60-ലധികം രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി തീരുവകൾ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% കൂടി അധിക തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഈ മാസം 27 മുതൽ രണ്ടാമത്തെ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെയാണിത്. അതിനിടെ വിദേശ നിർമ്മിത കമ്പ്യൂട്ടർ ചിപ്പുകൾക്ക് 100% നികുതി ചുമത്തുമെന്ന മറ്റൊരു പ്രഖ്യാപനവും ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇതോടെ മൊബൈൽ ഫോണുകൾ, കാറുകൾ, മറ്റ് ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കം. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ചിപ്പുകളുടെ ക്ഷാമം കാരണം വാഹനങ്ങളുടെ വില വർദ്ധിക്കുകയും പണപ്പെരുപ്പം കൂടുകയും ചെയ്തിരുന്നു. അതേസമയം തീരുവ വിഷയത്തിൽ വിവിധ രാജ്യങ്ങൾ US-ഉമായുള്ള ചർച്ച തുടരുകയാണ്. UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ ചില രാജ്യങ്ങൾ തീരുവ കുറയ്ക്കാനുള്ള കരാറുകളിൽ ഇതിനകം എത്തിയിട്ടുണ്ട്. തീരുവ 15% യൂറോപ്യൻ യൂണിയൻ US-ഉമായി ധാരണയിലെത്തി. ഏറ്റവും ഉയർന്ന തീരുവ നിരക്കുകളിലൊന്നായ 39% സ്വിറ്റ്സർലൻഡിനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ US-ന്റെ പ്രധാന സഖ്യകക്ഷിയായ തായ്വാനെതിരെ 20% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. ഈ നിരക്ക് താൽക്കാലികമാണെന്നും US-ഉമായുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണെന്നും പ്രസിഡന്റ് ലായ് ചിങ് ഡേ പ്രതികരിച്ചു.